ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2026 മാർച്ച് 28 ശനിയാഴ്ച. ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ ശ്രമിക്കണേ. ഇന്നത്തെ ആദ്യത്തെ വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. ഏറ്റവും കൂടിയ താപനില പാലക്കാട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് 19.8 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത്. ഈ സീസണിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഉയർന്ന താപനിലയാണിതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിലാണ് ചൂട് ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നത്. സാധാരണ ലഭിക്കേണ്ടതിനേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് വെയിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവെ ചൂട് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറത്തിറക്കി. അടുത്ത അറിയിപ്പ്. സർക്കാർ സേവനങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഡിജി ലോക്കർ മുഖേന ആധാർ കാർഡ് വാട്സപ്പിലൂടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൗകര്യം കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിരിക്കുകയാണ്. മൈഗവ് ഹെൽപ്പ് ഡെസ്ക് ചാറ്റ് ബോട്ട് വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുക. UIDAI പോർട്ടലിലെ തിരക്കോ കാപ്ച കോഡുകളുടെ നൂലാമാലകളോ ഇല്ലാതെ തന്നെ 24 മണിക്കൂർ ഈ സേവനം നമുക്ക് പ്രയോജനപ്പെടുത്താം. ഈ സംവിധാനം നമുക്കെങ്ങനെ ഉപകാരപ്പെടുത്താമെന്ന് നോക്കാം. ആധാർ ലഭിക്കാൻ ആദ്യം 90 13 15 15 15 എന്ന നമ്പർ ഫോണിൽ സേവ് ചെയ്യുക. വാട്സപ്പ് തുറന്ന് ഈ നമ്പറിലേക്ക് ഒരു ഹായ് അല്ലെങ്കിൽ നമസ്തേ എന്ന സന്ദേശം അയക്കുക. ചാറ്റ് ബോട്ട് നൽകുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഡിജി ലോക്കർ സർവീസസ് എന്ന് തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഉണ്ടോ എന്ന് ചാറ്റ് ബോട്ട് ചോദിക്കും. ഉണ്ടെങ്കിൽ യെസ് എന്ന് നൽകുക. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഡിജി ലോക്കർ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ നേരത്തെ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. നിങ്ങളുടെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ചാറ്റിൽ നൽകുക. വെരിഫിക്കേഷൻ പൂർത്തിയായാൽ ഡിജി ലോക്കറിലുള്ള രേഖകളുടെ പട്ടിക ലഭിക്കും. ഇതിൽ നിന്ന് ആധാർ തിരഞ്ഞെടുത്താൽ ഉടൻ തന്നെ ആധാർ കാർഡിൻ്റെ PDF ചാറ്റിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പിലൂടെ ലഭിക്കുന്ന PDF ഡിജിറ്റൽ ഒപ്പുള്ളതാണ്. ഇത് അസൽ ആധാർ കാർഡിന് തുല്യമായ നിയമസാധ്യതയുള്ള രേഖയായി കണക്കാക്കും. ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽ പാസ്വേഡ് ഉപയോഗിച്ച് സംരക്ഷിതമായിരിക്കും. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ തന്നെയായിരിക്കണം ഉപയോഗിക്കുന്നത്. കൂടാതെ ഡിജി ലോക്കറിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആധാർ കൂടാതെ പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ രേഖകളും ഇതേ രീതിയിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്. ATM ഉപയോഗിക്കുമ്പോഴുള്ള നിബന്ധനകളിൽ മാറ്റങ്ങളുമായി ബാങ്കുകൾ. HDFC ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബന്ധൻ ബാങ്ക് എന്നിവയാണ് ഏപ്രിൽ 1 മുതൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. UPI ആപ്പ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് ATMൽ നിന്നും പണം പിൻവലിക്കുന്നത് മാസം തോറുമുള്ള സൗജന്യ ATM ഇടപാടുകളുടെ ഭാഗമാക്കിയാണ് HDFC ബാങ്ക് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഇനി മുതൽ UPI വഴി ATMൽ നിന്ന് പണം പിൻവലിക്കുന്നത് ATM ഇടപാടായാകും ബാങ്ക് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ മാസം തോറുമുള്ള സൗജന്യ ഇടപാടുകളുടെ എണ്ണം കടന്നാൽ UPI ആപ്പ് ഉപയോഗിച്ചാണ് ATMൽ നിന്നും പണം പിൻവലിക്കുന്നതെങ്കിലും 23 രൂപയും GSTയും ഫീസായി നൽകേണ്ടി വരും. ചില ഡെബിറ്റ് കാർഡുകൾക്ക് ദിവസം തോറും ATMൽ നിന്ന് പിൻവലിക്കാവുന്ന തുകയിൽ പരിധി കുറച്ചതാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കൊണ്ടുവരുന്ന മാറ്റം. നിലവിൽ 1 ലക്ഷം രൂപ വരെ പിൻവലിക്കാവുന്ന കാർഡുകളിൽ പുതിയ പരിധി പ്രകാരം 50,000 രൂപയായിരിക്കും. ഉയർന്ന പരിധിയിലുള്ള കാർഡുകളിൽ 1.5 ലക്ഷം രൂപയിൽ നിന്ന് പരിധി 75,000 രൂപയായും കുറച്ചിട്ടുണ്ട്. PNBയുടെ പ്ലാറ്റിനം സെലക്ട് ഗോൾഡ് കാർഡുകളിലാണ് ഉയർന്ന തുക പിൻവലിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. ബന്ധൻ ബാങ്ക് മാസം തോറുമുള്ള സൗജന്യ ഇടപാടുകളുടെ എണ്ണം പുതുക്കിയിട്ടുണ്ട്. ബന്ധൻ ബാങ്കിൻ്റെ തന്നെ ATMകളിൽ 5 സൗജന്യ ഇടപാടുകളും മറ്റു ബാങ്കുകളുടേതിൽ മെട്രോ നഗരങ്ങളിൽ 3ഉം മറ്റു നഗരങ്ങളിൽ 5ഉം സൗജന്യ ഇടപാടുകളാണ് ഏപ്രിൽ മുതൽ ലഭിക്കുക. സാമ്പത്തികേതര ഇടപാടുകൾ സൗജന്യമായിരിക്കുമെന്നും ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ്. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് മാസത്തെ ധനസഹായം ഇതുവരെ ലഭിക്കാത്തവർക്ക് 2 ഗഡുക്കളും ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് എത്തും.
അതായത് ഈസ്റ്റർ വിഷു പ്രമാണിച്ച് ആനുകൂല്യ വിതരണം സർക്കാർ നേരത്തെ ആക്കിയിരിക്കുകയാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ വർദ്ധിപ്പിച്ച പെൻഷൻ തുക 4000 രൂപ ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനാലാണ് ഈ മാറ്റം. നിലവിലെ അറിയിപ്പ് പ്രകാരം മാർച്ച് 31-ാം തീയതിയോടെ തുക വിതരണം ആരംഭിക്കുന്നതാണ്. ബാങ്ക് അക്കൗണ്ട് വഴിയും കൈകളിലേക്ക് നേരിട്ട്, അതായത് സഹകരണ സംഘങ്ങൾ വഴിയും തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള ആനുകൂല്യത്തിൻ്റെ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചു. 5 ഗഡുക്കളായി ഏകദേശം 8000 രൂപയോളം വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ അടുത്ത ആഴ്ചയോടെ 1 ഗഡു കൂടി അനുവദിക്കുന്നതോടെ ആകെ 6 കുടിശ്ശിക ഗഡുക്കൾ തീർപ്പാക്കും. ഇതോടെ ഗുണഭോക്താക്കൾക്ക് ഏകദേശം 9600 രൂപ ലഭിക്കും.